ഗുഡ് ഈവനിങ് എവരി വൺ. മീ ഫായിസ് വി കെ ഫ്രം എയിംസ് നാഗ്പൂർ. സോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാണ്? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഓക്കെ, നമ്മൾ ഇതിന്റെ തിയറി പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സസൈസസ് എന്ത് ചെയ്യാം? ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ മെയിൻലി നമ്മൾ ചാർജിനെ പറ്റി പഠിച്ചു അല്ലെ? ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് ആദ്യം കണ്ടു. ദെൻ നമ്മള് കുളോംസ് ലോ പഠിച്ചു, F is equal to K Q1 Q2 divided by R square. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? അതിന്റെ വെക്ടർ ഫോം പഠിച്ചു, കുളോംസ് വെക്ടർ ഫോം. പിന്നെ നമ്മള് എന്ത് കണ്ടു? മൾട്ടിപ്പിൾ ചാർജസ്. ആഫ്റ്റർ ദാറ്റ് ദെൻ നമ്മള് ഇലക്ട്രിക് ഫീൽഡ് കണ്ടു, ഇലക്ട്രിക് ഫീൽഡ് ടു സിസ്റ്റം ഓഫ് ചാർജ് കണ്ടു, ഇലക്ട്രിക് ഫീൽഡ് ടു എ പോയിന്റ് ചാർജ് കണ്ടു. കറക്റ്റ് അല്ലേ? F is equal to QE and E is electric field is equal to F divided by Q, the force acting on a unit positive charge, we can say. Then electric field lines നെ പറ്റി കണ്ടു, അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു. കറക്റ്റ് അല്ലേ? ഇലക്ട്രിക് ഫ്ലക്സ് പഠിച്ചു, Phi is equal to E dot S or ES cos theta. കറക്റ്റ്. ഇലക്ട്രിക് ഡൈപോൾ കണ്ടു, കറക്റ്റ് അല്ലേ? P is equal to Q into 2A. കറക്റ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ കണ്ടു. ഓൺ ആക്സിയൽ ലൈൻ 2kp divided by r cube and on equatorial plane minus kp divided by r cube. അത് നമ്മൾ കണ്ടു. പിന്നെ നമ്മള് അതിനുശേഷം എന്ത് കണ്ടു? ഡൈപോളിന് ഇലക്ട്രിക് ഫീൽഡ് കറക്റ്റ് ടോർക്ക് ഉണ്ടാവും, നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ. ആൻഡ് ദാറ്റ് ടോർക്ക് ഈസ് ഈക്വൽ ടു P ക്രോസ് E. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടു. കറക്റ്റ്. ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി ആൻഡ് വോളിയം ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി lambda equal to delta Q by delta L, whereas surface delta Q by delta S, and volume charge density is delta Q divided by volume. Correct. ഗോസ് ലോ കണ്ടു അല്ലെ? ഗോസ് ലോ എന്തായിരുന്നു? ടോട്ടൽ ഫ്ലക്സ് is equal to Q divided by epsilon. Correct അല്ലേ? ഇലക്ട്രിക് ഫ്ലക്സ് through a closed surface is equal to Q divided by epsilon, where Q is total charge enclosed. നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഓഫ് ഗോസ് ലോ കണ്ടു അല്ലെ? ഗോസ് applications of Gauss law, uniformly charged wire, correct അല്ലേ? is equal to 1 upon 2 pi epsilon lambda divided by r. Uniformly charged infinite plane sheet എന്തായിരുന്നു? Sigma divided by 2 epsilon, and it is independent of the distance between the independent of the distance from the electric from the sheet, from the plane sheet. Correct. പിന്നെ നമ്മൾ ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ ഷെല്ല് കണ്ടു. ഔട്ട്സൈഡ് വിൽ ബി 1/4 pi epsilon Q by R square. Surfacely Q by capital R square. Correct. K Q by capital R square. Inside 0 ആയിരിക്കും. കറക്റ്റ് അല്ലേ? അതൊന്നും നമ്മൾ കണ്ടു. നമുക്ക് എന്ത് ചെയ്യുന്ന എക്സസൈസ് നമുക്ക് എന്ത് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. സോ ഹിയർ ഇറ്റ് ഈസ്. Okay, here it is. What is the years having charges of 2 into 10 raised to minus 7 coulomb and 3 into 10 raised to minus 7 coulomb placed 30 centimeter apart in very basic, very simple ചോദ്യം അല്ലെ? കൊളംസിലൂടെ ബേസിക് എന്താണ് അപ്ലിക്കേഷൻ ആണ്. സിംപിളി നമ്മുടെ കയ്യിൽ രണ്ട് ചാർജ് ഉണ്ട്. രണ്ട് ചാർജ്, ഒന്നാമത്തെ ചാർജ് 2 into 10 raised to minus 7 coulomb, രണ്ടാമത്തത് 3 into 10 raised to minus 7 coulomb, and distance separation between the charges 30 centimeter apart in എയറിലാണ്. സോ അതിന്റെ ഇടക്ക് മീഡിയം ഒന്നും ഇല്ല. സിമ്പിളി നമുക്ക് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഉപയോഗിക്കാം. കറക്റ്റ് അല്ലേ? നമുക്ക് സോൾവ് ചെയ്യാം അല്ലെ? നമ്മൾ സിനാരിയോ രണ്ട് പോയിന്റ് ചാർജ് ഉണ്ട്, ചാർജ് ഡിസ്പ്ലേ എനിവേ. ആൻഡ് ഒന്നാമത്തതിന്റെ ചാർജ് എത്രയാണ്? 2 into ഒന്നാമത്തതിന്റെ ചാർജ് വരുന്നത് 2 into 10 raised to minus 7, രണ്ടാമത്തത് 3 into 10 raised to minus 7 coulomb. കറക്റ്റ് അല്ലേ? 2 into 10 raised to minus 7 3 into 10 raised to minus 7. And the separation between the charges is 30 centimeter. Separation between the charges. Separation between the charge is 30 centimeter. Okay, ക്ലിയർ ആണല്ലോ? യെസ്. സിമ്പിൾ നമുക്ക് എഴുതാനുള്ളത് ഫോഴ്സ്. സോ ഫോഴ്സ് സിമ്പിൾ കൂളംസ് ലോയുടെ സിമ്പിൾ അപ്ലിക്കേഷൻ. വാട്ട് ഈസ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആർ? എന്തായിരുന്നു? K into Q1 into
2 divided by r square. Correct അല്ലേ? Where a is 1 divided by 4 pi epsilon naught. Where epsilon naught is permittivity of free space. Correct അല്ലേ? യെസ്, ഇവിടെ ആക്ച്വലി എയറിലാണുള്ളത്, ഫ്രീ സ്പേസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് എപ്സിലോൺ നോട്ട് തന്നെ വെക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ കെന്റെ വാല്യൂ എന്തായിരുന്നു വരുന്നത്? 9 into 10 raised to 9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കുളം റൈസ് ടു മൈനസ് 1 ആണോ -2 ആണോ? -2. കേസ് -2 അല്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. നമുക്ക് സിംപിളി സമ്മറി പാർട്ടിൽ പോയി നോക്കിയാൽ നമുക്ക് അതൊക്കെ വാല്യൂ സി ഇതാണ് സി. കറക്റ്റ് അല്ലേ? കുളോംസ് ലോ കണ്ടു. സി എഫ് കെ Q1 Q2 divided by r square and where k is 1/4 pi epsilon and epsilon k ന്റെ വാല്യൂ 9 into 10 raised to 9 and Newton meter square Coulomb raised to -2 where epsilon naught is 8.854 into 10 raised to -12 Coulomb square Newton raised to -1 meter raised to -2. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മുടെ ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. ഫോർമുല എന്ത് ചെയ്ത് എഴുതി അല്ലേ? k Q1 Q2 divided by r square where k is 9 into 10 raised to 9 Newton meter square Coulomb raised to -2. ഓക്കെ, യെസ്. നമ്മുടെ കയ്യിൽ എല്ലാ വാല്യൂസ് ഉണ്ടല്ലോ. ഇതാണ് ഞാൻ എന്തെടുക്കുന്നത്? Q1 ഇതാണ്, Q2 ഇതാണ് R അല്ലെ? R 30 സെന്റിമീറ്റർ ആണ്. അതിനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മീറ്ററിലേക്ക് മാറ്റണം. 30 സെന്റിമീറ്റർ വിൽ ബി ഈക്വൽ ടു 30 into 10 raised to -2 meter comes out as 3 into 10 raised to -1 meter. Okay, so force will be equal to K, that is 9 into 10 raised to 9 into Q1 is 2 into 10 raised to -7. Q2 is 3 into 10 raised to -7 divided by R square. R square എന്ന് പറഞ്ഞാൽ 3 into 10 raised to -1 square. That will be 9 into 10 raised to -2. Okay, so ഇത് നമുക്ക് സോൾവ് ചെയ്താൽ നമുക്ക് 9 ഇവിടെ കട്ട് ചെയ്ത് കളയാം. അതേപോലെ 2 into 3 6 വന്നു. 10 raised to -2 ഇനി പോന്നാൽ നമുക്ക് 10 raised to -5 കിട്ടത്തില്ലേ? 5 കിട്ടും. 10 raised to -7 10 raised to -7 10 raised to -12 -12 9 -3. So 6 into 10 raised to -3 ന്യൂട്ടൺ ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ആൻഡ് ഇതെന്ത് ഏത് ടൈപ്പ് ഫോഴ്സ് ആയിരിക്കും? അട്രാക്റ്റീവ് ആയിരിക്കോ റിപ്പൽസീവ് ആയിരിക്കോ? റിപ്പൽസീവ് ടൈപ്പ് ആയിരിക്കും. കാരണം സിമ്പിൾ പോസിറ്റീവ് ചാർജ് ആണ് രണ്ടും. ഓക്കെ, ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. Second question says the electrostatic force on a small sphere of charge 0.4 microcoulomb due to another small sphere of charge -0.8 microcoulomb in air is 0.2 Newton. What is the distance between the two spheres? What is the force on the second sphere due to the first? സിമ്പിൾ ചോദ്യമാണ്. സെയിം അഗൈൻ കൊളംബ്സ് ആപ്ലിക്കേഷൻ. ബട്ട് ഇവിടെ നമ്മുടെ കയ്യിൽ ഫോഴ്സ് ഉണ്ട്. നമുക്ക് എന്താണ് കാണേണ്ടത്? സെപ്പറേഷൻ കാണേണ്ടത്. ഒന്നാമത്തെ ചാർജ് 0.4 മൈക്രോകുളം, രണ്ടാമത്തത് -0.8 മൈക്രോകുളം, ഫോഴ്സ് 0.2 ന്യൂട്ടൺ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സ്പിയർ? അതാണ് ഒന്നാമത്തെ പാർട്ട്. എന്താ കാണേണ്ടത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്പിയർ. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്പിയർ എന്ന് പറയുമ്പോൾ നമ്മൾ F = K Q1 Q2 divided by R square. അതിൽ നമ്മൾ എന്താണ് ഇവിടെ കാണേണ്ടത്? R square. ഓക്കെ, നമ്മുടെ കയ്യിൽ കുളംസിലോ കുളോംസിലോ നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് നമ്മൾ കുളോംസിലോ. നമുക്ക് ഇതിൽ R ആണ് കാണേണ്ടത്. സോ R square നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? R square is equal to K Q1 Q2 divided by F അല്ലെ? റൂട്ട് എടുത്താൽ പോരെ അല്ലെ? റൂട്ട് ഓഫ്, സോ R will be equal to root of K Q1 Q2 divided by F. ക്ലിയർ അല്ലേ? നമ്മളിനി തന്നിരിക്കുന്ന വാല്യൂ നോക്കാം. Q1 will be 0.4 microcoulomb. Okay, Q1 is equal to 0.4 microcoulomb 10 raised to -6 coulomb. Correct അല്ലേ? 10 raised to -6 coulomb. ഞാൻ ഇതിനെ മോഡിഫൈ ചെയ്താൽ 4 into 10 raised to -7 coulomb എഴുതാം. And Q2 is how much? Q2 is -0.8 microcoulomb. Okay, -0.8 microcoulomb. So ഇതിനെ മാറ്റി എഴുതിയാൽ -8 into 10 raised to -7 coulomb. Okay, and the force is given. Force is how much? 0.2 Newton. I'm taking 2 into 10 raised to
1 Newton. Correct അല്ലേ? Yes. And we know K is how much? 9 into 10 raised to 9 അല്ലേ? 9 into 10 raised to 9. So നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം? Values കൊടുത്തു പോകാം. So R will be equal to root of K. That is 9 into 10 raised to 9 Q1. Q1 how much? 4 into 10 raised to minus 7 Q2. Minus 8 into minus equation അകത്ത് വെക്കണമെന്നില്ല. Just minus says what? It will be attractive force. That's all. 8 into 10 raised to minus 7 divided by 2 into 10 raised to minus 1. Okay. So ഇത് നമുക്ക് സോൾവ് ചെയ്യാം. എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം? സി 2 കട്ട് ചെയ്യാം. ഇവിടെ 2 വന്നു. 10 raised to minus 1 കട്ട് ചെയ്തിട്ട് 10 raised to minus 6 എഴുതാം ഇവിടെ. കറക്റ്റ് അല്ലേ? സോ അകത്ത് ബ്രാക്കറ്റിൽ 9 into 2 into 9 into 8 അല്ലേ? 9 into 2 into 8 into 10 raised to minus 6 ഉണ്ട്, minus 7 ഉണ്ട്. So 10 raised to minus 10 raised to into root of 9 into 16 അല്ലേ? That is 10 raised to 2 into 3 into 4. That will be 12 into 10 raised to 2, or I can say 1.2 into 10 raised to 3 meter. Hey, wait. ഇവിടെ നമുക്ക് 10 raised to minus 4 അല്ലേ കിട്ടുന്നത്? Yes, 10 raised to minus 4 ആ കിട്ടുന്നത്. So minus 4 minus 2. Okay, minus 4 minus 2. So minus 2. This will be 12 centimeter. So 12 centimeter or 0.12 meter. Okay, നമുക്ക് സെപ്പറേഷൻ കിട്ടിയില്ലേ? സെപ്പറേഷൻ കിട്ടി. യെസ്. അടുത്തെന്താ കാണേണ്ടത്? അടുത്തെന്താണ്? വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് സ്ക്വയർ റൂട്ട്? ഫസ്റ്റ് സെയിം F is equal to K Q1 Q2 divided by R square അല്ലേ? രണ്ട്. സോ അത് സെയിം തന്നെയായിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി സെയിം. സിമ്പിൾ ലോജിക്. So 1.2 is also over. Let's move to question number 1.3. Check that the ratio K E square divided by G M E dimensionless table of physical constants and determine the value of this ratio. What does the ratio signify? ആദ്യം നമുക്ക് ഈ റേഷ്യോ ഡയമെൻഷൻലെസ് ആണെന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം അല്ലേ? യെസ്. ആദ്യം നമുക്ക് ഇത് ഡയമെൻഷൻ ലെസ് ആണെന്ന് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. ഓക്കെ, യെസ്. സോ ഡയമെൻഷൻ ലെസ് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യണം. ഞാൻ ഇതൊക്കെ എന്ത് ചെയ്യട്ടെ? മായ്ച്ചെടുത്തോട്ടെ. നമ്മുടെ കയ്യിലുള്ള റേഷ്യോ എന്താണ്? റേഷ്യോ ഈസ് കെ ഇ സ്ക്വയർ. കെ ഈസ് നമ്മുടെ കയ്യിലുള്ള റേഷ്യോ എന്താണ്? ഇതാണ് നമ്മുടെ കയ്യിലുള്ള റേഷ്യോ. ഓക്കെ, ഇതാണ് നമ്മുടെ കയ്യിലുള്ള റേഷ്യോ. എന്താണ് റേഷ്യോ? റേഷ്യോ ഈസ് കെ into E square divided by G into mass of electron into mass of proton. K E square divided by mass of electron into mass of proton. Okay, these dimensions. We have to prove this dimension. Yes. Okay. Yes. And we know what? Coulombs law on the F is equal to K into, suppose 2 electron ആണെങ്കിൽ K E square divided by R square. Correct അല്ലേ? Yes. അതേപോലെ വാട്ട് ഈസ് ഗ്രാവിറ്റി? ഇതെന്താണ്? കുളോംസ് ലോ അല്ലെ? കുളോംസ് ഫോഴ്സ്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരുന്നത്? സപ്പോസ് നമ്മുടെ കയ്യിൽ മാസ് ഓഫ് ഇലക്ട്രോണും മാസ് ഇലക്ട്രോണും പ്രോട്ടോണും ആണെന്ന് വിചാരിച്ചോ. നമുക്ക് ഇങ്ങനെ എടുത്തൂടെ? G into MEMP divided by R square. സെപ്പറേറ്റഡ് ബൈ ഇങ്ങനെ എടുത്തൂടെ? നമുക്ക് ഇതെന്ത് കാണാം? ഇത് നമുക്കൊരു കാര്യം കിട്ടി. സി K E square is equal to F into R square. അതേപോലെ GME into MP is equal to FG into R square അല്ലേ? സെയിം ക്വാണ്ടിറ്റി അല്ലേ വരുന്നത്? ഇവിടെ നമുക്ക് പറയാം എന്ത്? ഇവിടെ നമുക്ക് കൊടുക്കുക എന്ത്? F into R square അല്ലേ? F into force into R square divided by force into R square. This will be dimensionless. For sure. This will be dimensionless. ഇനി നമുക്ക് വേറെ രീതിയിൽ അപ്രോച്ച്. എങ്ങനെ? ഓരോന്നിന്റെ ഡയമെൻഷൻ എടുക്കുക. കെന്റെ ഡയമെൻഷൻ എടുക്കുക, അതേപോലെ ചാർജിന്റെ ഡയമെൻഷൻ എടുക്കുക, അതേപോലെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ എടുക്കുക. നോക്കിക്കോ, ഇവിടെ കെന്റെ കോൺസ്റ്റന്റ് ഗിവൺ അല്ല. ഇവിടെ കെയുടെ ഡയമെൻഷൻ ഗിവൺ അല്ല. സിംപിളി നമുക്ക് പ്രൂവ് ചെയ്ത് എടുക്കുന്നുള്ളൂ. കെന്റെ ഡയമെൻഷൻ വരുന്നത് എത്രയെന്ന് അറിയാവോ? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളോം റൈസ് ടു -2 യൂണിറ്റ്. ഓക്കെ, സോ ഇതെടുക്കാം. ഇൻറ്റു ഇ സ്ക്വയർ, 2 ചാർജ്. സോ
കുളം സ്ക്വയർ ഡിവൈഡഡ് ബൈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എത്ര വരുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റൈസ് ടു -2 ഇൻറ്റു മാസ് 2 മാസ്. സോ ഐ ക്യാൻ ടേക്ക് കിലോഗ്രാം സ്ക്വയർ. ഇവിടെ നോക്ക് കണ്ട ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കട്ടായി, കിലോഗ്രാം റൈസ് ടു -2 കിലോഗ്രാം. സി ഡയമെൻഷൻലെസ് ഓൺലി, സോറി എന്താണ് വരുന്നത് ഡയമെൻഷൻലെസ് അല്ലേ. ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി അല്ലെ, ഇറ്റ് ഈസ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. രണ്ടാമത്തെ എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് ദിസ് റേഷ്യോ. ഈ റേഷ്യോയുടെ വാല്യൂ കാണണം. അഗെയിൻ സിമ്പിൾ അല്ലേ, കെന്റെ വാല്യൂ എത്ര വരുന്നത് നമുക്ക് ഓരോന്നും എടുത്തെഴുതാം. കെന്റെ വാല്യൂ എത്ര വരുന്നത് 9 × 10⁻⁹ അല്ലേ. ഈന്റെ വാല്യൂ എത്ര വരുന്നത് 1.6 × 10⁻⁻19 കുളം. ഇത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കുളം റൈസ് ടു -2 കറക്റ്റ് അല്ലേ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് വാല്യൂ 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റൈസ് ടു -2. ഓക്കെ. അതേപോലെ മാസ് ഓഫ് ഇലക്ട്രോൺ എത്ര വരുന്നത് 9.1 × 10⁻31 കിലോഗ്രാം. മാസ് ഓഫ് പ്രോട്ടോണോ 1.66 × 10⁻27 കിലോഗ്രാം. ഓക്കെ, നമ്മളെ എല്ലാ വാല്യൂ ആയില്ലേ. കെന്റെ വാല്യൂ 9 × 10⁻9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം റൈസ് ടു -2 ആൻഡ് ഇലക്ട്രോൺ ഇന്റെ വാല്യൂ 1.6 × 10⁻19 കുളം. ജിന്റെ വാല്യൂ 6.67 × 10⁻11 Newton meter square kilogram raised to -2, and mass of electron is 9.1 × 10⁻31 kilogram, and the mass of proton is 1.6 10⁻27 kilogram. നമ്മൾ എല്ലാ വാല്യൂ ഉണ്ട്, എല്ലാ വാല്യൂസ് ഇതിൽ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ ജസ്റ്റ് കാൽക്കുലേഷൻ പാർട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് റേഷ്യോയുടെ വാല്യൂ വരുന്ന എത്രയാണ് 2.3 × 10⁻39. 2.3 × 10⁻39. 2.3 × 10⁻39 നമ്മൾ വാല്യൂ വരുന്നത്. വാട്ട് ഡസ് ദ റേഷ്യോ സിഗ്നിഫൈ? ഈ റേഷ്യോ സിഗ്നിഫൈ ചെയ്യുന്നത് ദിസ് റേഷ്യോ സിഗ്നിഫൈസ് ഈ റേഷ്യോ എന്താണ് ആക്ച്വലി സിഗ്നിഫൈ ചെയ്യുന്നത് ദിസ് റേഷ്യോ സിഗ്നിഫൈസ് വാട്ട്? ദിസ് റേഷ്യോ സിഗ്നിഫൈസ് ratio of electric force, ratio of electrostatic force, ratio of electric force to the gravitational force, ratio of electric force to the gravitational force between a proton and an electron, between a proton and an electron, when the distance between them is constant. അതായത് ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ this is the ratio of electric force to the gravitational force between a proton and electron. കറക്റ്റ് അല്ലേ? കാരണം പ്രോട്ടോൺ ഇലക്ട്രോണിന്റെ ചാർജ് സെയിം ആണ്. ഓക്കെ, ഈസി. 2.3 × 10⁻39 ആണ് ആ റേഷ്യോയുടെ വാല്യൂ വരുന്നത്. ഓക്കെ, സോ 1.3. Let's move to 1. Explain the meaning of the statement electric parts of is നമ്മൾ ബേസിക് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ചാർജിൽ കണ്ടതാണ്. എന്താണ് ആക്ച്വലി വാട്ട് ഈസ് ദിസ് മീൻ? It means actually only integral, that is 1, 2, 3 etc. correct, numbers of electrons can be transferred from one body to another. Okay, and then just rub with it. Quantized Q is equal to n into E. N means n is any integer like 1, 2, 3, 4, 5 correct. അല്ലാതെ 1.5 ഹാഫ് ക്വാർട്ടർ അങ്ങനെ നമുക്ക് ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ബോഡിയിൽ പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റത്തില്ല. സി ഇലക്ട്രിക് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ് ആൻഡ് Q is equal to NE. ഓക്കെ, ഇലക്ട്രിക് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്, ദാറ്റ് ഈസ് Q is equal to NE. കറക്റ്റ് അല്ലേ? സിമ്പിൾ ആണ്, NCERT ബ്യൂട്ടിഫുള്ളി കൊടുത്തിട്ടുണ്ട്. യെസ്,
വേണമെങ്കിൽ സമ്മറിയിൽ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. സമ്മറിയിൽ അങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ട്. ചാർജസ് ക്വാണ്ടൈസ്ഡ്. Yes, see, quantization of electric charge means that total charge Q of a body is always an integral multiple of a basic quantum of charge, that is E. Correct? Q is equal to NE, where N could be 0 ആവാം, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 1 ആവാം, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 2 ആവാം, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 3 ആവാം. Correct? Yes. Simple അല്ലേ? This is what is mean by quantization of charge. And the second statement says, why can one ignore quantization of electric charge when dealing with macroscopic, that is large scale charge? Okay, നമ്മൾ ലാർജ് സ്കെയിൽ ചാർജ് ആണ്, മൈക്രോസ്കോപ്പിക് ചാർജ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ത് ചെയ്യാം? ഇഗ്നോർ ചെയ്യാം. വൈ? അഗൈൻ NCERT ബ്യൂട്ടിഫുള്ളി അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. See, why? Because for macroscopic charges, for which n is a very large number, quantization of charge can be ignored. Okay? Yes. So question 1.4 is also 4. Okay. Let's move to question number 1.5. We have a glass rod is rubbed with a silk cloth. Charges appear on both. A similar phenomenon is observed with many other pairs of bodies. Explain how this observation is consistent with the law of conservation of charge. Okay, explain ചെയ്തു തരാം. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? See, നോക്കിക്കോളെ. When two bodies are rubbed against each other, see, നമ്മൾ രണ്ട് ബോഡീസ് എന്ത് ചെയ്യാണ്? റബ്ബ് ചെയ്യാണ്. ഇത് സംഭവിക്കുന്നത് a charge is developed on both the bodies. So രണ്ട് ബോഡീസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചാർജസ് ഡെവലപ്പ് ചെയ്യും due to rubbing. Okay, and these charges are equal. These charges are equal but opposite in nature. These charges are equal but opposite in nature. Okay, and this phenomenon of inducing charge is known as charging by friction. Charging by friction അറിയപ്പെടുന്നത്. The net charge on both of the bodies is 0. Correct അല്ലേ? Because suppose ഇതാണ് എന്റെ ഒന്നാമത്തെ ബോഡി A, ഇതാണ് രണ്ടാമത്തെ ബോഡി B. Okay, സോ ഞാൻ എന്ത് ചെയ്തു? രണ്ടിനെ റബ്ബ് ചെയ്തതിനു ശേഷം നോക്കുകയാണ് എന്റെ ബോഡി A, എന്റെ ബോഡി B. രണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ഇതിൽ സപ്പോസ് പ്ലസ് Q ആണെങ്കിൽ ഇത് മൈനസ് Q. സെയിം ചാർജ് ആണ്, സെയിം മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്, ബട്ട് ഓപ്പോസിറ്റ് ഇൻ നാച്ചർ. സോ എനിക്ക് എന്ത് പറയാൻ പറ്റും? ദ നെറ്റ് ചാർജ് ഓൺ ബോത്ത് ദ ബോഡീസ്, the net charge on both the bodies is 0. അല്ലേ? കാരണം പ്ലസ് Q മൈനസ് Q 0. ബിഫോറും 0, ആഫ്റ്ററും 0. ദാറ്റ് മീൻസ് വാട്ട്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് അല്ലേ? ചാർജ് എന്താ ഇവിടെ? ചാർജ് ഈസ് കൺസേർവ്ഡ്. ഓക്കെ, ചാർജ് ഈസ് കൺസേർവ്ഡ്. Okay, let's move to question number 1.6. We have a 4-point charge. Okay, നമ്മുടെ കയ്യിൽ 4 എന്തുണ്ട്? പോയിന്റ് ചാർജസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ 4 പോയിന്റ് ചാർജസ് ഉണ്ട്. ഓക്കെ, QA, QB, QC, QD. Okay, QA, QB, QC, QD. Okay, QA is equal to 2, QB equal to minus coulomb, and QC equal to again 2 microcoulomb, and QD equal to minus 5 microcoulomb at ABCD of side 10 centimeter. ഇവിടെയാണ് ഒരു സ്ക്വയർ ABCD, അതിന്റെ കോർണേഴ്സിലാണ് എന്ത് ചെയ്തുള്ളത്? ഈ 4 ചാർജസ് ഉള്ളത്. വാട്ട് ഈസ് ദ ഫോഴ്സ് on a charge of 1 microcoulomb placed at the center of the sphere?
ദിസ് ഈസ് വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. നമുക്ക് എന്ത് ചെയ്ത് റബ് ചെയ്തിട്ട് അതിന് ഞാൻ എന്തൊരു പിക്ചർ വരക്കാം, എന്നിട്ട് ഞാൻ എന്ത് ചെയ്താ നമുക്ക് സൂപ്പർ പൊസിഷൻ ഓഫ് ഫോഴ്സസ് വെച്ചിട്ട് നമുക്ക് സിംപിളി സോൾവ് ചെയ്യാം. യെസ്, എന്താണ് നമ്മുടെ സ്ക്വയർ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്, 4 ചാർജ് ഉണ്ട്, QA, QB, QC, QD. ആറ് ലൊക്കേറ്റഡ് ആയിട്ട് കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ. ഓക്കെ, ഞാൻ നെയിം ചെയ്യട്ടെ. ഇത് ഞാൻ നെയിം ചെയ്തു. എന്ത്, A, ഇത് B, ഇത് C, ഇത് D അല്ലെ. സോ എയിലുള്ള ചാർജ് QA. എയിലുള്ള ചാർജ് എത്രയാണ്, 2 മൈക്രോ കുളം. ഓക്കെ, എയിലുള്ള ചാർജ് 2 മൈക്രോ കുളം, ദറ്റ് ഈസ് QA. ബിയിലുള്ള ചാർജോ, ബിയിലുള്ള ചാർജ് ദറ്റ് ഈസ് QB. എത്ര വരുന്നത്, -5 മൈക്രോ കുളം, -5 മൈക്രോ കുളം. സിയിലുള്ള ചാർജ് എത്രയാണ്, QC, 2 മൈക്രോ കുളം. QC 2 മൈക്രോ കുളം. ഓക്കെ, ഇവിടെയൊക്കെ ചാർജ് ഉണ്ട്. ഡിയിലുള്ള ചാർജോ -5 മൈക്രോ കുളം. QD is equal to -5 മൈക്രോ കുളം. QD is -5 മൈക്രോ കുളം. ഓക്കെ, എല്ലാം കൺഫേം ചെയ്തിട്ട് QA 2 മൈക്രോ കുളം, QB -5, QC again 2 മൈക്രോ കുളം, QD is -5 മൈക്രോ കുളം. ഓക്കെ, സോ ഇനി അടുത്തൊന്നാണ് ലൊക്കേറ്റ് എടുത്ത കോർണേഴ്സ് ഓഫ് സ്ക്വയർ ABCD ഓഫ് സൈഡ് 10 സെന്റിമീറ്റർ. ഓക്കെ, ഓരോ സൈഡും വരുന്ന എത്രയാണ്, 10 സെന്റിമീറ്റർ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ്. അടുത്ത നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ എ ചാർജ് ഓഫ് 1 മൈക്രോ കുളം പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ സ്ക്വയർ. ഓക്കെ, സ്ക്വയറിന്റെ സെന്ററിൽ ഞാൻ എന്ത് വെച്ചു, 1 മൈക്രോ കുളം വെച്ചു. ഈ സ്ക്വയറിന്റെ സെന്ററിൽ ഞാൻ എന്ത് വെച്ചു, 1 മൈക്രോ കുളം വെച്ചു. ഇതിന്മേൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് ഞാൻ കാണേണ്ടത്. ഓക്കെ, ഈസി. എങ്ങനെ നമ്മൾ ഇതിലേക്ക് ഡീൽ ചെയ്യുന്നത്, സോ ഒന്നാമത്തെ നോക്കാം. ഒന്നാമത്തെ എ ചാർജ് അല്ലെ, 2 മൈക്രോ കുളം, 1 മൈക്രോ കുളം. എങ്ങനെ ആക്ട് ചെയ്യുക, ലൈക്ക് ചാർജ്, സോ ദേ വിൽ റിപ്പൽ അല്ലേ. റിപ്പൽ ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കില്ലേ. യെസ്, ദിസ് വിൽ ബി ദ, ഐ എം ടേക്കിംഗ് F1. ഓക്കെ, ഫസ്റ്റ് ഫോഴ്സ് ലൈക്ക് ദാറ്റ്. ഇനി അടുത്ത് നോക്ക്, ഇനി ഡ്യൂ ടു B -5 മൈക്രോ കുളം. ഓക്കെ, സോ അൺലൈക്ക് ചാർജ് ആണ് എന്ത് ചെയ്യുക, അവർ അട്രാക്ട് ചെയ്യും. സോ ഇങ്ങോട്ടേക്ക് അല്ലെ, ഞാൻ എടുത്ത് F2. ഇനി C കൊണ്ട് നോക്ക്, 2 മൈക്രോ കുളം അല്ലെ. C മീൻസ് 2 മൈക്രോ കുളം, 1 മൈക്രോ കുളം. സോ ഞാൻ F1 തന്നെ എടുക്കാം, കാരണം അല്ലെ സെയിം ചാർജ് ആണ്, സെയിം ഡിസ്റ്റൻസ് ആണ്. സോ ഫോഴ്സ് വിൽ ബി സെയിം. F1 തന്നെ എടുക്കാം. വിൽ ബി എന്തായിരിക്കും, അത് അട്രാക്റ്റീവ് ആയിരിക്കോ റിപ്പൽസീവ് ആയിരിക്കോ, ഒബ്വിയസ്ലി അട്രാക്റ്റീവ് അല്ലെ, സോറി റിപ്പൽസീവ് അല്ലെ, ലൈക്ക് ചാർജ് ആണ്. സോ ദാറ്റ് വിൽ ബി റിപ്പൽസീവ്. റിപ്പൽസീവ് മീൻസ് ഇങ്ങോട്ടേക്ക്, F1. ഇനി ഡ്യൂ ടു QD നോക്ക്, QD അട്രാക്റ്റീവ് എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടേക്ക്, F2 ആയിരിക്കും അല്ലേ, കാരണം 5 ആണ്, 1 ആണ്. യെസ്, സോ അട്രാക്റ്റീവ് അല്ലേ വരുന്നത്. യെസ്, ഞാൻ ഇതിൽ വല്ല മിസ്റ്റേക്ക് നടത്തിയോ, QAB. ഓക്കെ, കണ്ടിന്യൂഷൻ പോകും. ഓക്കെ, അതാണ് മിസ്റ്റേക്ക് കേട്ടോ. യെസ്, ABCD നമ്മള് ABCD കൊടുക്കുമ്പോൾ C കണ്ടിന്യൂഷനിൽ വരണ്ടേ. ദിസ് വിൽ ബി C, വിൽ ബി D. ഇവിടെ നമുക്ക് 2 മൈക്രോ കുളം കാണും, ഇവിടെ എന്ത് കാണും, നമുക്ക് 5 മൈക്രോ കുളം അല്ലെ. QD is 5 മൈക്രോ കുളം ആൻഡ് QC is 2 മൈക്രോ കുളം. ഓക്കെ, നൗ വളരെ സിമ്പിൾ ആണ്. സെന്ററിൽ നമ്മൾ ചാർജ് ഉണ്ട്. സിംപിളി നോക്കുകയാണെങ്കിൽ C 2 കൊണ്ട് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് അല്ലെ, അതേ 2 കൊണ്ട് ഇങ്ങോട്ടേക്ക് റിപ്പൾഷൻ, സോ ക്യാൻസൽ ആയി. ഇതേപോലെ ഇവിടെ അട്രാക്ഷൻ -5 ഇങ്ങോട്ട് അട്രാക്ഷൻ കണ്ട ക്യാൻസൽ ആയി. സോ എല്ലാ ഫോഴ്സ് അവിടെ ക്യാൻസൽ ഔട്ട് ചെയ്യുന്നുണ്ട്. സോ നെറ്റ് ഫോഴ്സ് ഓൺ 1 മൈക്രോ കുളം വിൽ ബി F net on 1 മൈക്രോ കുളം വിൽ ബി 0. വൈ C, A കൊണ്ട് റിപ്പൾഷൻ ഇങ്ങോട്ടേക്ക്, അതേപോലെ C കൊണ്ട് സെയിം റിപ്പൾഷൻ പോർഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ സെയിം ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ക്യാൻസൽ ആയി. ഇതുപോലെ കണ്ട -5 കൊണ്ട് ഇങ്ങോട്ടേക്ക് അട്രാക്ഷൻ, -5 കൊണ്ട് ഇങ്ങോട്ടേക്ക് അട്രാക്ഷൻ. സോ സെയിം അട്രാക്ഷൻ ബട്ട് സെയിം ഫോഴ്സ് ബട്ട് opposite in direction. Again എന്താന്നുണ്ട്, നെറ്റ് ഫോഴ്സ് 0 ആവുന്നുണ്ട്. ഓക്കെ, നെറ്റ് ഫോഴ്സ് ഓൺ 1 മൈക്രോ കുളം ചാർജ് ഈസ് 0 ഇൻ ദിസ് കേസ്. നെറ്റ് ഫോഴ്സ് നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 0 ആണ് വരുന്നത്. 0. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു 1.7. ക്വസ്റ്റ്യൻ നമ്പർ 1.7. We have സ്റ്റേറ്റ്മെന്റ് ആണ്, an electrostatic field line is a continuous curve. ഓക്കെ, ഫീൽഡ് ലൈൻ ബന്ധപ്പെട്ടാണ്.
That is, a field line cannot have sudden break. Field line cannot have sudden breaks. അല്ലേ? Field line എന്താണ്? കണ്ടിന്യൂസ് കർവാണ്. ഫീൽഡ് ലൈൻ എന്താണ്? കണ്ടിന്യൂസ് കർവ് ആണ് അല്ലെ? They cannot break in between. Yes. Yes. So അതിന്റെ എക്സ്പ്ലനേഷന് വേണ്ടി നമുക്ക് എവിടത്തേക്ക് റെഫർ ചെയ്യാം? സിമ്പിൾ നമുക്ക് എൻസിഇആർടിയിലേക്ക് പോകാം അല്ലെ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ടൈപ്പോണിന് മുമ്പല്ലേ വരുന്നത്? എവിടെ? യെസ്. Yes, see, in a charge-free region, electric field lines can be taken to be continuous curves without any breaks. Without any breaks. Okay, ഒരു explanation എൻസിഇആർടിയിൽ കൊടുത്തില്ല. Actually, see, electrostatic force is a continuous force അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പ്ലനേഷൻ നമുക്ക് ഞാനിവിടെ എഴുതി തരാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1.7 ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ എന്നിട്ട് റബ്ബ് ചെയ്ത് കളയട്ടെ. യെസ്, എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ലൈൻസ്, എന്തുകൊണ്ട് ബ്രേക്ക് ഉണ്ടാവത്തില്ല എന്നാലും ചോദ്യം അല്ലേ? So electrostatic force we can say it is a continuous force, correct അല്ലേ? It is a continuous force ആണ്. Force is continuous. The continuous force. Therefore we can say an electrostatic field line. An electrostatic field line. An electrostatic field line is a continuous curve. Electrostatic field line is a continuous curve. And a charge moves continuously and does not jump from one point to other. So the field line cannot have a sudden break. Okay, clear? രണ്ടാമത്തെ, explain why two field line never cross each other at a point. Okay, that നമുക്ക് അറിയാമല്ലേ എന്താണ്? Because at the point of intersection രണ്ട് ഡയറക്ഷൻ വരും. That is absurd അല്ലേ? എൻസിഇആർടിയിൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോ, നോക്കട്ടെ. Yes, two field lines cannot intersect each other. Two field lines cannot intersect each other because at the point of intersection, the two field lines can never cross each other. If they did, the field at that point of intersection will not have a unique direction, correct? Which is absurd. That is why intersect ചെയ്യാൻ പറ്റത്തില്ല, പാടില്ല, ചെയ്യില്ല. Okay, because at the point of intersection it will have two direction, which is absurd. Okay, so രണ്ട് സ്റ്റേറ്റ്മെന്റും actually based upon basic property of electric field lines ആണ്. Okay, that is done. Okay, 1.7 is done. Let's move to 1.8. 2 point charges QA 3 microcoulomb and QB minus 3 microcoulomb are located 20 centimeter apart in vacuum. What is the electric field at the midpoint O of the line AB joining the two charges? Okay, solve ചെയ്യാലോ. Electric field due to point charges അല്ലേ? ഇവിടെ ആക്ച്വലി രണ്ട് ചാർജ് ഉണ്ട്, രണ്ട് പോയിന്റ് ചാർജ് ഉണ്ട്. അതുകൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കോമൺ പോയിന്റ് ആണ് കാണുന്നത്. ബേസിക്കലി നോക്കാം എന്തൊക്കെയാണ് ഗിവൺ എന്ന് നോക്കാം. രണ്ട് ചാർജ് ഉണ്ടല്ലോ, എന്തൊക്കെയാണ് രണ്ട് ചാർജ്? we have QA and we have QB. QA is 3 microcoulomb, QB is minus 3 microcoulomb, located 20 centimeter apart. Located 20 centimeter apart. Located 20 centimeter apart. Okay. What is the electric field at the midpoint O of the line AB joining two charges? Okay. മിഡ്പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. മിഡ്പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. സെപ്പറേഷൻ നമുക്കറിയാത്തിലാണ് 20 സെന്റിമീറ്റർ ആണ്. സോ സപ്പോസ് മിഡ് പോയിന്റിന് എടുക്കാണ് ഇവിടെ. സപ്പോസ് മിഡ് പോയിന്റ് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു QA കാണാം. സോ ഞാൻ എടുക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് O ഡ്യൂ ടു QA will be how much?
QA divided by C. എത്രയായിരിക്കും ഡിസ്റ്റൻസ്? 10 centimeter. കറക്റ്റ് അല്ലേ? യെസ്, 10 centimeter square. So suppose 10 centimeter square. So 10 into 10 raised to minus 2. That is 10 raised to minus 1 meters. 10 raised to minus 1 into square 10 raised to minus 2. അല്ലേ? അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് O due to QB അല്ലെ K into QB divided by 10 raised to minus 2. ഓക്കെ, ഇനി ഡയറക്ഷൻ മാറും അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് O due to QA പോസിറ്റീവ് ചാർജ് അല്ലേ? സോ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടേക്കായിരിക്കും അല്ലെ? അതേപോലെ മീൻസ് A to B ആയിരിക്കും. അതേപോലെ മൈനസ് QB ഈസ് മൈനസ് അല്ലേ? നെഗറ്റീവ് ചാർജ് ആണ്. സോ അട്രാക്റ്റീവ് അല്ലേ? അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് വരുന്നത്? A to B. സോ നമുക്ക് പറയാം സെയിം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, സെയിം ഡയറക്ഷൻ. സോ രണ്ടെന്ത് നമുക്ക് ആഡ് ചെയ്യാം അല്ലെ? സോ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് O മൊത്തത്തിൽ നെറ്റ് എത്രയാണ് വരുന്നത്? നമുക്ക് ഇതിനെന്ത് ചെയ്യാം? K ഇൻറ്റു രണ്ട് ചാർജും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സോ കറക്റ്റ് KQ ഇൻറ്റു 10 raised to minus 2 ഇൻറ്റു 2 കൊടുക്കാം അല്ലെ? സോ 9 into 10 raised to 9. 2 is how much? 3 microcoulomb അല്ലെ? That means 3 into 10 raised to minus 6 into 2 divided by 10 raised to minus 2. ഓക്കെ, ഇവിടെ 10 raised to minus 2 10 raised to minus 4 ആയി. സോ 6 9s 54 into 10 raised to 5 or 5.4 into 10 raised to 6 ഇതാണ് വരുന്നത്. 5.4 into 10 raised to 6 Newton per coulomb. The electric field at O. And direction എങ്ങോട്ടായിരിക്കും? along A to B അല്ലേ? യെസ്, 5.4 into 10 raised to 6 Newton per coulomb. ഓക്കെ, അതിന്റെ സെക്കൻഡ് പാർട്ട് എന്താണ്? ഒന്നാമത്തെ പാർട്ട് നമ്മൾ എന്ത് ചെയ്തു? സക്സസ്ഫുള്ളി സോൾവ് ചെയ്തു. സെക്കൻഡ് പാർട്ട് എന്താണ്? സെക്കൻഡ് പാർട്ട്, if a negative test charge of magnitude 1.5 into 10 raised to minus 9 coulomb is placed at this point, means at point O, what is the force experienced by the test charge? Simple അല്ലേ? നമുക്ക് എന്തറിയാം? സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് O is എത്രയാണ് ഇപ്പോ? 5.4 into 10 raised to എത്രയായിരുന്നു? 10 raised to 6 10 raised to 6 ന്യൂട്ടൺ പെർ coulomb. അവിടെ നമ്മളൊരു ടെസ്റ്റ് ചാർജ് വെച്ചു. ടെസ്റ്റ് ചാർജിനൊക്കെ നെയിം ചെയ്യാം Q അല്ലെ? ടെസ്റ്റ് ചാർജ് Q എത്രയാണ്? 1.5 into 10 raised to minus 9. 1.5 into 10 raised to minus 9 coulomb. So the force acting on test charge will be force acting on test charge. Force acting on test charge Q will be simple. We know the equation F is equal to charge times electric field. So നമുക്ക് സിംപിൾ സോൾവ് ചെയ്യാം. 1.5 into 10 raised to minus 9 into ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 5.4 into 10 raised to 6. 5.4 into 10 raised to 6. So comes out as 5.4 into 1.5 into 10 raised to minus 3 ന്യൂട്ടൺ ആണ് വരിക അല്ലെ? പിന്നെ ചെറിയൊരു കാൽക്കുലേഷൻ ഉണ്ട്, എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ ചെയ്യാം. 5.4 into 5.4 into 1.5 8.1 into 10 raised to minus 3 ന്യൂട്ടൺ. ഓക്കെ, ഇനി ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? along the ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇവിടെ നമ്മൾ 1.5 പോസിറ്റീവ് ചാർജ് അല്ലേ? പോസിറ്റീവ് ചാർജ് കൊണ്ട് along the direction of ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? യെസ്, along AB തന്നെയായിരിക്കും ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, സിമ്പിൾ. യെസ്, ഓക്കെ. സോ ലെറ്റ്സ് മൂവ് ടു 1.8. നമ്മൾ എന്ത് അങ്ങനെ സക്സസ്ഫുള്ളി സോൾവ് ചെയ്തിരിക്കുന്നു. കറക്റ്റ് അല്ലേ? 1.9 മൂവ് ചെയ്യാം. ഓക്കെ, we have a system has two charges, QA which is equal to 2.5 into 10 raised to minus 7 coulomb, and the QB which is equal to minus 2.5 into 10 raised to minus 7 coulomb, located at points 0, 0, minus 15 centimeter, that is QA, and the point B is 0, 0, plus 15 centimeter respectively. What are the total charge and electric dipole moment of the system?
ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം കാണണം ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റും കാണണം. ചാർജ് ഓഫ് ദ സിസ്റ്റം വിൽ ബി 0 because same magnitude of charge opposite in പ്ലസും മൈനസും പോസിറ്റീവ് നെഗറ്റീവ് സെയിം ചാർജ് ആണ്. സോ നെറ്റ് ചാർജ് 0 ആയിരിക്കും. നിങ്ങൾക്ക് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് കാണും, പി കാണണം അല്ലെ. പിൻ ഡയറക്ഷൻ നമുക്ക് എന്തായിരുന്നു -q + q. അതൊക്കെ അറിയാലോ. സോൾവ് ചെയ്ത് പോട്ടെ, സോൾവ് ചെയ്തൊന്ന് മാച്ച് പോട്ടെ. Yes. So എന്ത് ചെയ്യാം? We have 2 point charges QA, QB. അതല്ല, a system has 2 charges QA, QB. System has 2 charges QA, QB. QA എത്രയാണ്? QA 2.5 into 10⁻⁻7 coulomb. QBയോ -2.5 into 10⁻⁻7 coulomb. ഓക്കെ, ഒന്ന് 10⁻⁻7 ആണ്, ഒന്ന് 10⁻. ഓക്കെ, രണ്ടും അങ്ങനെയാണ്, പക്ഷെ ഒന്നും മൈനസ് ആണ്, പ്ലസ് ആണ്. ആൻഡ് രണ്ടിന്റെ ലൊക്കേഷൻ 0,0 C. സോ XY കോർഡിനേറ്റ് 0 നോക്കണ്ട. സോ ജസ്റ്റ് Z കോർഡിനേറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ -cm, മറ്റേത് +15 cm. സോ സെപ്പറേഷൻ എന്തായിരിക്കും? സെപ്പറേഷൻ സിംപിളി -0 to +, സോ 30 cm. കറക്റ്റ് അല്ലേ? സെപ്പറേഷൻ വിൽ ബി ഹൗ മച്ച്? 30 cm. യെസ്. ഒന്നാമത് ചോദ്യം എന്താണ്? വാട്ട് ആർ ദ ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം അല്ലെ. ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം. ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം കിട്ടി. ഈ സിസ്റ്റത്തിൽ എത്ര ചാർജ് ഉണ്ട്? 2 ചാർജ്, QAയും QBയും. So total charge of the system is equal to QA plus QB. The QA is 2.5 into 10⁻⁻7 plus, and the QB is -2.5 into 10⁻⁻7. This will be 0. So total charge of the system is 0. Total charge of the system is 0. Okay. ഒന്നാമത്തെ പോർഷൻ കഴിഞ്ഞു. ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം ഈസ് 0. രണ്ടാമത്തെ പോർഷൻ എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ദാറ്റ് ഈസ് P ഈസ് ഈക്വൽ ടു, നമുക്കറിയാം, 1 ഓഫ് ദ ചാർജസ് ഇൻടു സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ചാർജ് അല്ലെ, QD ആണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ. സോ ഇവിടെ നമുക്ക് സിംപിളി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. P ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P ഈക്വൽ ടു Q ഈസ് ഹിയർ 2.5 into 10⁻⁻7 into separation is 30 cm, that is 30 into 10⁻⁻2. So solve that is 2.5 into 10⁻⁻7 into 3 into 10⁻⁻1. 3 into 2.5, that is 7.5 into 10⁻⁻8. ഇതിലിപ്പോൾ 7.5 into 10⁻⁻8 coulomb meter അല്ലേ? യെസ്. ഇനി ഇതിന്റെ ഡയറക്ഷൻ എന്തോ എങ്ങോട്ടായിരിക്കും? ഡയറക്ഷൻ ഓൾവേസ് വിൽ ബി -2 പ്ലസ് ആണ് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ വരുന്നത്. സോ ഇവിടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും വരിക? A to B. A to B മീൻസ് പോസിറ്റീവ് Z ആക്സിസ് അല്ലെ. A to B അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? പോസിറ്റീവ് Z ആക്സിസ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. സോൾവ് ചെയ്തല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 1.89 എന്നത് നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നു. ലെറ്റ്സ് മൂവ് ടു 1.10. We have an electric dipole with a dipole moment 4 into 10⁻⁻9 coulomb meter. Okay, dipole moment given ആണ്. Is aligned at 30 degree with the direction of a uniform electric field of magnitude 5 into 10⁻4 Newton per coulomb. Calculate the magnitude of the torque acting on a dipole. So torque acting on a dipole നമ്മൾ പഠിച്ചു എന്ത്? Dipole in a uniform electric field അല്ലേ. The torque acting on the electric dipole will be P cross E, where P is dipole moment of the dipole
and E is magnitude of electric field. E is electric field. Correct അല്ലേ? സിംപിളി ടോർക്ക് ആണ് നമ്മളെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. സിംപിളി ഇക്വേഷന്റെ എന്താണ് അപ്ലിക്കേഷൻ ആണ് അല്ലേ? ടോർക്കിന്റെ ഇക്വേഷൻ ഉണ്ട്. ടോർക്ക് ഇസ് ഈക്വൽ ടു P cross E, or we can say PE sin theta. Okay, so ഇവിടെ തന്നിരിക്കുന്ന ഓരോ വാല്യൂസ് നമുക്ക് എടുത്തെഴുതാം. ഡൈപോൾ മൊമെന്റ് ഈസ് ഗിവൺ 4 into 10 raised to minus 9 kilometer. Electric field E is given 5 into 10 raised to 4 Newton per coulomb, and theta is given 30 degree. Theta is given how much? 30 degree. So simply നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുത്തു പോയ പോലെ ഇക്വേഷൻ PE sin theta, so torque will be 4 into 10 raised to minus 9 into 5 into 10 raised to 4 into sin 30. So 4 into 5 we can take 20 into 10 raised to minus 5 into sin 30. Sin 30 is half. So 10 into 10 raised to minus 5 or 10 raised to minus 4 Newton meter will be the torque. Torque എത്രയാണ് വരുന്നത്? 10 raised to minus 4 Newton meter. 10 raised to minus 4 Newton meter. എല്ലാം വളരെ സിമ്പിൾ ചോദ്യമാണ് എക്സസൈസിലുള്ളത്. ടോർക്കിന്റെ ഇക്വേഷൻ ടോർക്ക് is equal to വെക്ടർ P cross വെക്ടർ E അല്ലേ? Torque is equal to vector P cross vector E. കണ്ട, in a uniform electric field E, a dipole experiences a torque tau given by tau equal to P cross E, but experiences no net force. Net force 0, there will be a torque that is P cross E. Moving to question number 1.11. We have a polythene piece rubbed with wool is found to have a negative charge of 3 into 10 raised to minus 7 coulomb. Estimate the number of electrons transferred from which to which. Okay, simple ആണ്. നമ്മുടെ കയ്യിൽ ചാർജ് ഗിവൺ ആണ്. നമ്മൾ ചോദിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര. ചോദ്യം എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര. Q is equal to NE, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് അല്ലേ? ഇവിടെ ആരൊക്കെയാണുള്ളത്? നമ്മുടെ കയ്യിൽ വൂളും ഉണ്ട്, ഒരു പോളിത്തീൻ ഉണ്ട് അല്ലെ? പോളിത്തീനും ഉണ്ട്, വൂളും ഉണ്ട്. നമ്മൾ രണ്ടെടുക്കാം. നമ്മൾ പോളിത്തീൻ, ഇതാണ് നമ്മൾ പോളിത്തീൻ എന്ന് വിചാരിച്ചോ. ഇതാണ് പോളിത്തീൻ. ഓക്കെ, ഇതാണ് പോളിത്തീൻ. പിന്നെ ആരാളുള്ളത് നമ്മുടെ കയ്യിൽ? വൂള്. ഇതാണ് നമ്മുടെ വൂള്. ഞാൻ രണ്ട് സിസ്റ്റ് ആയിട്ട് എടുക്കാണ്. ഞാൻ എന്ത് ചെയ്തു? രണ്ടിനെയും റബ്ബ് ചെയ്തു അല്ലെ? രണ്ടിനും എന്ത് ചെയ്തു? റബ്ബ് ചെയ്തു. ആൻഡ് പോളിത്തീൻ പീസ് റബ്ബഡ് വിത്ത് wool is found to have negative charge. പോളിത്തീൻ ചാർജിന് എന്താ കിട്ടിയത്? നെഗറ്റീവ്. അപ്പൊ പോളിത്തീൻ നെഗറ്റീവ് കിട്ടിയെങ്കിൽ, പോളിത്തീന്റെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഒബ്വിയസ്ലി വൂളിന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ്. സോ ഇലക്ട്രോൺസ് എവിടുന്ന് എവിടത്തേക്കാ പോയിട്ടുണ്ടാവുക? ഒബ്വിയസ്ലി വൂൾ ടു പോളിത്തീൻ ആയിരിക്കും പോയിട്ടുണ്ടാവുക അല്ലേ? സോ ഇലക്ട്രോൺസ് എന്ന് പറയാൻ പറ്റും നെഗറ്റീവ് പോളിത്തീനാണ്. ഇലക്ട്രോൺസ് പോളിത്തീനിലേക്ക് വന്നിട്ടുണ്ടാവും. കാരണം ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. സോ വി ക്യാൻ സേ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ്. Electrons are transferred from wool to polythene. Electrons are transferred from wool to polythene. Simple. ഇനി പോളിത്തീന്റെ ചാർജ് ഗിവൺ ആണ് അല്ലെ? പോളിത്തീന്റെ ചാർജ് ഗിവൺ ആണ്. എത്രയാണ് പോളിത്തീന്റെ ചാർജ് ഗിവൺ? 3 into 10 raised to minus 7 അല്ലെ? നെഗറ്റീവ് ചാർജ്, ദാറ്റ് ഈസ് -3 into 10 raised to minus 7 coulomb അല്ലേ? യെസ്. Estimate the number of electrons transferred. നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് എത്ര വരുന്നത്? -1.6 into 10 raised to minus 19 coulomb. And we know that Q is equal to NE. Where did I get this equation? Yeah, quantization of charge. Basic property of electric charge. Q is equal to NE. നമുക്ക് N ആണ് കാണേണ്ടത്. N will be Q divided by E. Here Q is -3 into 10 raised to minus 7 coulomb divided by E is minus 1.6 into 10 raised to minus 19 coulomb അല്ലെ? സോ മൈനസ് നമ്മൾ കട്ട് ചെയ്യാം. നമുക്ക് എന്ത് എങ്ങനെ മാറ്റിയെടുക്കാം ഇക്വേഷന്? 3 divided by 1.6 into 10 raised to minus 7 minus 19 അല്ലെ? മുകളിൽ 10 raised to plus 19 ആവും. സോ plus 19 7. സോ 10 raised to 12 അല്ലെ? 10 raised to 12. ഇവിടെ 3 divided by 1.6 വാല്യൂ കിട്ടണം. 3 divided by 1.6, that is 1.875. 1.875 into 10 raised to 12. ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് വൂളിന്ന് എവിടത്തേക്ക് പോയത്? പോളിത്തീനിലേക്ക്. എത്ര പോയി? 1.875 into 10 raised to 12. ഇത്രയും ഇലക്ട്രോൺസ് പോയി. 1.875 into 10 raised to 12. ഇത്രയും ഇലക്ട്രോൺസ് വൂളിന്ന്
പോളിത്തീനിലേക്ക് എന്ത് ചെയ്ത് ട്രാൻസ്ഫർ പോയി. അതിന്റെ രണ്ടാമത്തെ പോർഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് മാസ് ഫ്രം വോൾ ടു പോളിത്തീൻ. അഫ്കോഴ്സ് ബിക്കോസ് ഇലക്ട്രോണിന് എന്തുണ്ട്, മാസ് ഉണ്ട്. സോ ഇത്രയും നമ്പർ ഇലക്ട്രോൺസ് വോളിൽ നിന്ന് പോളിത്തീനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത്രയും മാസ് എന്ത് സംഭവിച്ചു, അവിടെ ട്രാൻസ്ഫർ സംഭവിച്ചല്ലോ. സോ നമുക്ക് അടുത്ത എന്താണ് കാണാൻ പോകുന്നത്, മാസ് ട്രാൻസ്ഫേർഡ് അല്ലെ. മാസ് ട്രാൻസ്ഫേർഡ് ഫ്രം വോൾ ടു പോളിത്തീൻ. മാസ് ട്രാൻസ്ഫേർഡ് ഫ്രം വോൾ ടു പോളിത്തീൻ അല്ലെ. ഇങ്ങനെ കാണാൻ നമുക്ക് എത്ര ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് എത്രയാണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഈസ് ഈക്വൽ ടു 1.875 into 10⁻⁻12. സോറി, ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് തന്നിട്ടുണ്ട്. 10⁻⁻ അല്ല, 10⁻+12. ഇത്രയും ഇലക്ട്രോൺസ് തന്നിട്ടുണ്ട്, വോളിൽ നിന്ന് പോളിത്തീനിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. സോ എത്ര മാസ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ലേ ചോദ്യം. നമുക്ക് എന്തറിയാം, മാസ് ഓഫ് ഇലക്ട്രോൺ അറിയാലോ. mass of an electron that is ME is equal to 9.1 into 10⁻⁻31 kilogram. Mass of an electron വരുന്നത് 9.1 into 10⁻⁻31 kilogram. So the total mass transferred will be എത്രയായിരിക്കും, ME into N അല്ലെ, ME into N, that is 9.1 into 10⁻⁻31 kilogram into 1.875 into 10⁻12. ഇത്രയും മാസ് ട്രാൻസ്ഫർ സംഭവിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് സോൾവ് ചെയ്യാം. 9.1 into 1.8 എന്താ ശരിയാവാത്തത്, 1.875 into 10⁻⁻31 10⁻⁻12. So -18 -10⁻⁻19 അല്ലേ. എനിക്ക് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ത് ചെയ്യാം കാണാം. 9.1 into 1.875 is equal to 17.06. വരുന്നത് 17.06 into 10⁻⁻19 kilogram. സോ നമുക്ക് ഇതിനെ 1.706 into 10⁻⁻18 kilogram. ഇത്രയും മാസ് ട്രാൻസ്ഫർ സംഭവിച്ചിട്ടുണ്ട്. And this mass transfer നോക്ക്, in terms of 10⁻⁻19 കൂടെയല്ലേ. So this is very too low അല്ലേ. The mass transferred is, you can say, too low. So C can be neglected because 10⁻⁻18 terms ആണ് വരുന്നത്. Very too low ആണ്, so can be neglected. Okay, ഇന്നത്തേക്ക് ഇത്രയും മതി. ബാക്കി ക്വസ്റ്റൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഇതും കഴിഞ്ഞല്ലേ, 1.1 തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.